കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തി. ഭാരത് ജോഡോ ന്യായ് യാത്ര അവസാനിപ്പിച്ച് വാരണാസിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം തന്നെ രാഹുൽ ഗാന്ധി യാത്ര തിരിച്ചിരുന്നു. ഇന്ന് കൽപ്പറ്റ വന്യജീവി അക്രമത്തിൽ കൊല്ലപ്പെട്ടവരുടെ വീടുകൾ രാഹുൽ ഗാന്ധി സന്ദർശിക്കും. ജില്ലാ കളക്ടറുമായി കൂടിക്കാഴ്ച നടത്തും. തുടർന്ന് വൈകിട്ട് രാഹുൽ അലഹാബാദിലേക്ക് മടങ്ങും. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം ആവശ്യമാണെന്നും അവിടുത്തെ നിലവിലെ പ്രതിസന്ധിയിൽ രാഹുൽ അവിടെ എത്തേണ്ടത് അത്യാവശ്യമാണെന്നും ജയറാം രമേശ് അറിയിച്ചിരുന്നു. വയനാട്ടിൽ വന്യജീവി ആക്രമണത്തിൽ മരണം തുടർച്ചയായതോടെ സ്ഥലം MP മണ്ഡലത്തിൽ എത്തുന്നില്ല എന്ന ആരോപണവും ശക്തമായിരുന്നു. കഴിഞ്ഞ ദിവസം പ്രതിഷേധം ശക്തമായതോടുകൂടി രാഹുൽ വയനാട്ടിലേക്ക് എത്തുകയായിരുന്നു. വന്യജീവി ആക്രമണത്തിൽ 3 മാസത്തിനിടെ 3 മരണമാണ് സംഭവിച്ചത്. രാഹുൽ ഗാന്ധി സ്വന്തം മണ്ഡലത്തിൽ സന്ദർശനം നടത്തിയിട്ട് 3 മാസത്തോളമായെന്നാണ് നാട്ടുകാർ പറയുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനും നേരിട്ടെത്തണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നുണ്ട്. മരിച്ച പോളിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം അടിയന്തരമായി നൽകുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ഭാര്യയ്ക്ക് ജോലി, കുട്ടിയുടെ പഠന ചെലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും സർക്കാർ ഉറപ്പു നൽകിയിട്ടുണ്ട്. എന്നാൽ രേഖാമൂലമുള്ള മറുപടിയാണ് വേണ്ടതെന്ന് പോളിന്റെ ബന്ധുക്കൾ പറഞ്ഞു. ഏതായാലും വന്യമൃഗശല്യം മൂലം ജീവിതം വഴിമുട്ടിയ ഒരു ജനത മുഴുവൻ തെരുവിലിറങ്ങി സമാനതകളില്ലാത്ത പ്രതിഷേധം ആരംഭിച്ചതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഭരണകൂടം. സംസ്ഥാനം മുൻപ് കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള പ്രതിഷേധമാണ് വയനാട്ടിൽ ഒരാഴ്ചയായി അരങ്ങേറുന്നത്. 8 ദിവസം മുൻപാണ് സമാനമായ പ്രതിഷേധം വയനാട്ടിൽ നടന്നത്. ഓരോ ആഴ്ചയും മൃതദേഹം വെച്ച് വില പേശേണ്ടി വരുന്ന ഗതികേടിലാണ് വയനാട്ടുകാർ. കലിതുള്ളിയ ജനം ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ മത നേതാക്കന്മാരെന്നോ നോക്കാതെ പ്രതിഷേധം അഴിച്ചുവിടുകയായിരുന്നു. മുൻപുണ്ടാകാത്ത വിധമുള്ള പ്രതിസന്ധിയിലൂടെയാണ് വയനാട് ഇന്ന് കടന്നുപോകുന്നത്. വന്യമൃഗ ആക്രമണത്തിൽ മനുഷ്യജീവനുകൾ പൊലിയുന്നതിന്റെ ഇടവേളകൾ കുറഞ്ഞു വരുന്നു. ഉപജീവന മാർഗമായ വളർത്തുമൃഗങ്ങൾ എല്ലാ ദിവസവും കൊല്ലപ്പെടുന്നു. ഹെക്ടർ കണക്കിന് കൃഷിഭൂമി തരിശായി. വന്യമൃഗങ്ങളെ പേടിച്ചു പുറത്തിറങ്ങാൻ സാധിക്കാത്ത സ്ഥിതി സംജാതമായതോടെയാണ് നാട്ടുകാർ കൈവിട്ട പ്രതിഷേധത്തിലേക്ക് കടന്നത്. അതേസമയം വന്യജീവി ആക്രമണത്തെ തുടർന്നുണ്ടായ സ്ഥിതിഗതികൾ വിലയിരുത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം ചേർന്നിരുന്നു. വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിൽ വരുന്നത് കണ്ടെത്താൻ 250 പുതിയ ക്യാമറകൾ കൂടി സ്ഥാപിക്കും. വനം, പോലീസ്, റവന്യൂ തുടങ്ങിയ വകുപ്പുകളുടെ ഏകോപനം ഉറപ്പാക്കും. അതിർത്തി സംസ്ഥാനങ്ങളുമായുള്ള ഏകോപന യോഗത്തിന് ശേഷം കർണാടകയിൽ നിന്ന് 25 വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ആനയെ പിടികൂടാനുള്ള സംഘത്തോടൊപ്പമുണ്ട്. ആവശ്യമുള്ള ഇടങ്ങളിൽ പോലീസ്, വനം വകുപ്പ് ജീവനക്കാരുടെ സാന്നിധ്യം ശക്തിപ്പെടുത്താനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്.